കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദാസേട്ടൻ്റെ ശബ്ദത്തിലെ കൈതപ്രത്തിൻ്റെ വരികൾ എൻ്റെ കാതിൽ മുഴങ്ങും. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. ഈ വരികൾക്കൊരു ഇന്ദ്രജാലമുണ്ട്. ആര് കേട്ടാലും സ്കൂളും കൂട്ടുകാരും വേനലവധിയും അമ്മയുടെ വഴക്കും അച്ഛൻ്റെ അടിയുമെല്ലാം ഓർമ്മ വരും. അങ്ങനെ മഴവെള്ളം പോലെ ഒലിച്ചുപോയ എൻ്റെ കുട്ടിക്കാലത്തിൽ എത്രയോ മധ്യവേനൽ അവധികളും കൂട്ടുകാരുമൊത്തുള്ള വീട്ടുമുറ്റത്തെ കളികളുമുണ്ട്. പകൽ നേരം മുഴുവനും വേനൽ കളിച്ച് കരുവാളിച്ച മുഖവുമായി അമ്മയുടെ മുന്നിൽ പെടുന്നതും ഭക്ഷണം പോലും കഴിക്കാത്തതിനുള്ള വഴക്കും പിന്നീടുള്ള 2 ദിവസത്തെ കർഫ്യൂവുമെല്ലാം തന്നെ അങ്ങനെ ഒലിച്ചുപോയ കുട്ടിക്കാലത്തിലുണ്ട്. അതാണല്ലോ കൈതപ്രം അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായമെന്നുകൂടി എഴുതി ചേർത്തത്. കുട്ടിക്കാലവും മഴവെള്ളവും ഒരമ്മ പെറ്റ സഹോദരന്മാരെ പോലെയായിരുന്നു. തകർത്ത് പെയ്ത മഴയ്ക്ക് ശേഷം നനഞ്ഞ ഉമ്രപ്പടിയിലിരുന്ന് കുത്തിയൊലിച്ചു പോകുന്ന മഴവെള്ളത്തിൽ എത്ര പേപ്പർ ബോട്ടുകൾ ഒഴുക്കിയെന്ന് നിശ്ചയമില്ല. ബ്രൗൺ നിറത്തിലെ മഴവെള്ളം ചെറിയ ചാലുകളിലൂടെ ഒഴുകുമ്പോൾ അതിലൂടെ കുണുങ്ങി പോകുമായിരുന്ന പേപ്പർ ബോട്ടുകളിൽ 9ന്റെ ഗുണനപ്പട്ടികയും ബഹുവ്രീഹി സമാസവുമെല്ലാം ഉണ്ടായിരുന്നു. കൂട്ടുകാരില്ലാത്ത പൊരുവയിൽ നേരത്ത് മുറ്റത്തിലൂടെ പറത്തിയ പേപ്പർ പ്ലെയിനുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും ജീവികളുടെ കോശവിഭജനവും ഉണ്ടായിരുന്നു. ചിലപ്പോൾ സാമൂഹ്യപാഠൻ നോട്ട്ബുക്കിലെ കടലാസുകൾ റോക്കറ്റുകളായും തള്ളവിരലിനും ചൂണ്ടുവിരലിനുമിടയിൽ വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിലെ ലോഞ്ച് പാഡിൽ നിന്നും പറക്കുമായിരുന്നു. സെൽഫിയും ഇൻസ്റ്റാഗ്രാമും ഇല്ലാതിരുന്ന ഗ്രാമങ്ങളിൽ കുട്ടിക്കാലങ്ങളിൽ വെറുമൊരു പേപ്പർ കഷ്ണം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് കോളേജിൽ പഠിക്കുന്ന മകനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി ഒരു തിരിച്ചറിവായി. അത് എന്തെന്നാൽ കോശവിഭജനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമെല്ലാം സ്മാർട്ട് ഫോൺ പേജുകളിൽ പഠിക്കുമ്പോൾ അതിലെ പേജുകൾ കൊണ്ട് ഇന്നത്തെ കുട്ടികൾ ഉണ്ടാക്കുന്ന സർഗാത്മകത വേറെ ലെവലാണ്. ആലോചിച്ചപ്പോൾ ശരിയാണ്. ചിത്രങ്ങളും ശബ്ദങ്ങളും വീഡിയോകളും എഴുത്തുകളും തുന്നിച്ചേർത്ത് പേപ്പർ പ്ലെയിനും പേപ്പർ റോക്കറ്റും പോകുന്നതിനേക്കാൾ വളരെ ദൂരം പറത്തുന്ന ഷോർട്സുകളും റീലുകളും ഇന്നത്തെ സാങ്കേതിക ലോകത്തിലെ കുട്ടിക്കാലമാണ്. പുതിയൊരു കാഴ്ചയാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴും കൈതപ്രത്തിൻ്റെ വരികൾ തന്നെയാണ് കാതിൽ മുഴങ്ങിയത്. മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. മുറിയിലടച്ച കുട്ടിക്കാലത്തിന് നഷ്ടപ്പെട്ട മഴവെള്ളത്തിൻ്റെ വേദന ആരറിഞ്ഞു? ജനാലകൾ തുറക്കുമ്പോൾ കുട്ടികൾ കാണാതെ പോകുന്ന ചിത്രശലഭങ്ങളും നടക്കുമ്പോൾ പോലും കാലിൽ തൊടാത്ത മണ്ണും ഓണത്തിനു പോലും ശ്രദ്ധിക്കപ്പെടാത്ത മുറ്റത്തെ നന്ദ്യാർവട്ട പൂവും പറഞ്ഞു വയ്ക്കുന്നത് ഒന്നു തന്നെയാണ്. മണ്ണിൽ ചവിട്ടി നിന്ന് വേണം സാങ്കേതിക ലോകത്തിലേക്ക് കുതിക്കേണ്ടതെന്ന്. കുട്ടിക്കാലം എന്നത് ഒരു വിൻസെൻ്റ് വാൻ ഗോഗ് പെയിൻറ്റിംഗ് പോലെ വരച്ച് കാട്ടിത്തരുന്ന ഒരു പാട്ട് പത്മരാജൻ ചിത്രമായ 3-ാം പക്കത്തിലുണ്ട്. ഉണരിമീ ഗാനമെന്ന് തുടങ്ങുന്ന ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. ആ പാട്ടിലൂടെ ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാകും മുറിയടച്ച കുട്ടിക്കാലത്തിൻ്റെ നഷ്ടങ്ങൾ. അതിലെ ചില വരികൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. അവ കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുമായി നാട്ടിലേക്ക് വണ്ടി കയറും, നഗരത്തിൻ്റെ ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടും. അതിങ്ങനെയാണ്: നിറമാല ചാർത്തി പ്രകൃതി ചിരികോർത്തു നിന്റെ വികൃതി, വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി. ഈ വരികൾ കേട്ടാൽ നിങ്ങൾ പണ്ടുണ്ടാക്കിയ പേപ്പർ ബോട്ടും മണ്ണിലുണ്ടാക്കിയ കൊട്ടാരങ്ങളും മേൽക്കൂരയിൽ നിന്ന് ഇറ്റുവീണ മഴവെള്ളം തെറ്റിത്തെറിപ്പിച്ചതുമെല്ലാം ഓർക്കും. നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങൾ അവിടേക്ക് പോകും. ഇൻസ്റ്റഗ്രാമത്തിലെ അടച്ചിട്ട മുറികളിലെ കുട്ടിക്കാലത്തിനെ വീണ്ടും പുറത്തു കാണുമ്പോൾ മഴവെള്ളം തുള്ളിച്ചാടും, തീർച്ച.